ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. അവിടെ നിന്നൊരു ഡ്രൈവ് പോകാൻ വന്നേക്കണെയാണ്. അതിൻ്റെ കാര്യം എന്നാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വണ്ടി ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു, നമ്മളെ ഒരു 540. അപ്പോൾ അതിന് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുമായിട്ട് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതാട്ടോ 540. കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്കാണെന്ന് തോന്നും, പക്ഷേ എങ്കിൽ അതൊരു പച്ച പെയിൻ്റ് കേട്ടോ. അത് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ പച്ച കളറായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒരു റെഡ് കളറായിരുന്നു പോയി, ഇത് നമ്മൾ കളറൊക്കെ മാറ്റി സെറ്റാക്കി ഇറക്കിയേക്കണേ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതായത് പവർ സ്റ്റിയറിങ്, പവർ ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക്, പവർ ക്ലച്ച് മുതൽ ഗിയർ ബോക്സ് ഉൾപ്പെടെ ഒരുമാതിരി മൊത്തം പണി, പെയിൻറ്റിങ് എല്ലാം ചെയ്തു. പടുതയൊക്കെ പുതിയതായിട്ട് പിന്നെ അത് മാത്രം മാറ്റിയില്ല കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് വാഗമൺ കയറാൻ പോവാം. എന്തായാലും പോയിട്ട് ബാക്കി കാണാൻ കേട്ടോ. വാഗമൺ വഴിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചെക്കിങ് കേട്ടോ. ഇപ്പോൾ ഒരു രക്ഷയില്ല. 3-4 സ്ഥലത്ത് ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ 540 പുറകെ കേട്ടോ. നിന്റെ പേരെന്നാന്ന് പറഞ്ഞേ? സമ്മത്. ഭയങ്കര ക്യാമറമാനാട്ടോ. തൂങ്ങിക്കിടന്നൊക്കെയാണ് വീഡിയോ എടുക്കണം. വണ്ടി പണിതിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ആഗ്രഹം, എന്തായാലും ഓഫ് റോഡ് പോയിട്ട് ആ നാട്ടിലേക്ക് പോകുകയുള്ളൂ എന്ന്. ഇതിപ്പം ഇത്രയും ദൂരത്തുനിന്ന് വന്നതാണല്ലോ എന്ന് ഓർത്തപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, ഓഫ് റോഡ് തന്നെ കയറ്റിയേക്കാമെന്ന് ഓർക്കൂട്ടോ. കാരണം നമ്മളൊരു വണ്ടി പണിതിറങ്ങി കഴിഞ്ഞിട്ടോ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മൾ ആദ്യം ഒരു ഓഫ് റോഡ് പോയി ചെയ്യും. കാരണം അപ്പോൾ വണ്ടിക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ ഈ വണ്ടിയും പണിതിറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം നല്ലൊരു പോകും വഴിയാണല്ലോ, നമ്മൾ ചുമ്മാ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് റിവ്യൂ എടുത്ത് ചെയ്യണതിനേക്കാളും നല്ലത് അതുകൊണ്ട് പോയിട്ടൊരു ഓഫ് റോഡിങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കില്ല കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും അതുമായിട്ട് ഓഫ് റോഡിന് വന്നാൽ കേട്ടോ. അപ്പോൾ ചിമ്മിയുമ്പോൾ കുറേ നാളായി ആഗ്രഹിച്ച് നിന്നിട്ടാണ്. ഓരോ ദിവസവും വരാൻ വേണ്ടി നിൽക്കും, തടസ്സം കാരണം തട്ടിമാറ്റി പോവും. അങ്ങനെ വന്ന് ലാസ്റ്റ് ഇന്നിപ്പം ഒരു അവസരം കിട്ടിയതാട്ടോ. അപ്പം വാഗമൺ ചെന്നിട്ട് അവിടെ ആ എസ് വളവുണ്ടല്ലോ, നമ്മുടെ ചുംബനമുനമ്പം എന്നൊക്കെ പറയുന്നത്, എപ്പോഴും ചെന്ന് കയറുന്ന സ്ഥലമാണെങ്കിലും അത്യാവശ്യം ടാസ്കുള്ളൊരു ഏരിയ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഫസ്റ്റ് കയറുവാണ്. പുറകിൽ അവനും വരുന്നുണ്ട്. അപ്പം നല്ല ഇപ്പം നേരത്തെ തന്നെക്കാളും മണ്ണൊക്കെ വെള്ളം ഒഴുകി കുഴിയായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വണ്ടിയുടെ ടയറിൻ്റെ ആർട്ടിക്കുലേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഓപ്ഷനാണ്. പക്ഷെ നമ്മുടേതിനേക്കാളും കുറച്ചുകൂടി വേണം. ടയർ കണ്ടോ ഒരു സൈഡിൽ നിലത്ത് പറയുവാണ്. കാരണം അത്ര സ്റ്റീപ്പായിട്ട് കുഴിയായിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ചീച്ചി മാറി കയറിയാൽ മതി. പക്ഷെ എന്നാൽ ഈ ടയർ കയറി ഇറങ്ങി പോണത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് അങ്ങനെ വലിച്ച് കയറ്റിയതാട്ടോ. എന്തായാലും വേണ്ടില്ല, കയറൂല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ കാല് കൊടുത്താൽ അടിച്ചു പറിച്ച് കയറ്റാമെങ്കിലും ഒത്തിരി അലമ്പം അങ്ങനെ ശരിയല്ലല്ലോ. അതുകൊണ്ട് പതുക്കെ സമാധാനത്തോടുകൂടി സൈഡിലേക്ക് മാറ്റി പതുക്കെ ആശ്വാസപരമായിട്ട് കയറിയിട്ടോ. എന്നാലും കുഴപ്പമില്ല, ടയർ അത്യാവശ്യം നന്നായിട്ട് ട്രാവൽ ചെയ്യേണ്ട ടയർ. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാട്ടോ. പക്ഷെ നമ്മുടെ വണ്ടി കിടന്ന് കറങ്ങിയ പല സ്ഥലങ്ങളിലും 540 കറങ്ങിയില്ല എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഗിയർ ബോക്സ് NGT 520 ഗിയർ ബോക്സ് ആട്ടോ. 5+1 4x4 ഗിയർ ബോക്സ് ആയിരിക്കുന്നത്. ടർബോയും ഉണ്ട് വണ്ടിയിൽ. പിന്നെ പവർ സ്റ്റിയറിങ്, പവർ ബ്രേക്ക്, പവർ ക്ലച്ച് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാട്ടോ. 31-10-15 ടയറും 8J ഡിസ്കുമാണ് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കാനായിട്ടോ. പിന്നെ ഫുൾ ബോഡി പെയിൻറ്റിങ്, ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, അങ്ങനെയുള്ള ഫുൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഒന്നുകൂടി അഴിച്ചു പോണത്. ഓ നോക്കി ഉണ്ടോ, കയറിയിട്ട് സ്റ്റക്കാവുന്നില്ല. വീണ്ടും അവിടെ നിന്ന് കയറും കേട്ടോ വണ്ടി. അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായി പോയി എന്ന് തോന്നിപ്പോകുന്ന ഒരു ഓപ്ഷനാണ്. ബാക്കിലത്തെ ടയറൊക്കെ ഉള്ളിലേക്ക് ഫുള്ള് കയറും കേട്ടോ. വളരെ കൂളായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. അതിന് വലിയൊരു ആശ്വാസം. അങ്ങനെ അവിടെ സ്റ്റക്കായി. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി നമ്മൾ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ ഒരു കയറ്റം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 വഴിയാണ് നമുക്ക് മേളിലേക്ക് എത്താനായിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് കയറി ഒരു എളുപ്പം പോണ വഴിയുണ്ട്. നേരത്തെയൊക്കെ നമ്മുടെ ഇവിടെ ഓഫ് റോഡ് ആൾക്കാർ ഓഫ് റോഡ് ട്രിപ്പ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ കയറിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ഇറങ്ങിയിട്ട് പോകുന്നൊരു വഴിയുണ്ട്. പിന്നെ ദേൻ്റെ ആ കാണുന്ന ലെഫ്റ്റിലോട്ടൊരു വഴി. ഇപ്പോൾ വണ്ടി നിൽക്കണതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കേട്ടോ. ആ വഴി കൂടെ പോയി കഴിഞ്ഞാലും കുറച്ചും കൂടി ഈസിയാണ് നേരത്തെ. പക്ഷേ ഇപ്പം കയറിപ്പോക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ എപ്പോഴും അതിലൂടെ ഇറങ്ങി വരാറുള്ളൂ. കാരണം ഇറങ്ങി വരുന്ന സമയത്ത് വണ്ടിയുടെ ബാക്കൊക്കെ ഒന്ന് പൊങ്ങി മറിയാൻ പോകുന്നൊരു ഫീലിലേക്കൊക്കെ വരും കേട്ടോ. അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിലൂടെ തിരിച്ചിറങ്ങി വരാറുള്ളൂ കേട്ടോ. കയറി പോകുമ്പോൾ ഇതിലൂടെ കയറും. കാരണം ഇതിലൂടെ കയറി പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എല്ലാം മറിഞ്ഞും പോയാലോ
കാരണം ഇവിടെ ഒരു കുത്തനൊരു പാറയുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അത് കുത്തനെയൊന്നും പറയത്തുമില്ല കേട്ടോ. കണ്ടേ, നമ്മൾ ഓവറായിട്ടൊന്നും ഈ വണ്ടിയിൽ ടയർ പുറത്തേക്ക് വന്ന രീതിയിലോ അങ്ങനെയുള്ള സംഭവം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മാന്യമായിട്ടേ ചെയ്തിട്ടുള്ളൂ. കാരണം ഒത്തിരി പുറത്തേക്ക് നിന്നാലും ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, സ്ഥിരമായിട്ടിട്ട് ഉപയോഗിക്കാനും പാടാം. അതുപോലെ വീലാർച്ചും അതിന് പറ്റിയ സൈസ് ഞങ്ങൾ തപ്പിയെടുത്താട്ടോ ഇപ്പോൾ ഉള്ള വീലാർച്ച്. കാരണം അതാകുമ്പോഴത്തേനും കുഴപ്പമില്ല, ചെളി തെറിക്കണ പരിപാടിയും കുറേയൊക്കെ ഒഴിവാകും. എന്നാൽ ഓവറായിട്ട് തള്ളി നിന്നിട്ട് ടയർ ഉള്ളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ മറ്റൊരു വൃത്തികേട. അങ്ങനെയൊന്നും ചെയ്യാണ്ട് വളരെ നീറ്റായിട്ടാട്ടോ ഇതിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ആ കയറിപ്പോയത് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേ ഈ വണ്ടിക്കകത്തിരുന്ന് കയറിയവരോടും കൂടെ കണ്ടു നിന്ന ആൾക്കാരും ഇവിടെ പോയിട്ടുള്ളവർക്കും അത് മനസ്സിലാകും അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പാന്നുള്ള കാര്യം കേട്ടോ. അവിടുന്ന് കയറി ഇനി മേളിലേക്ക് വഴി വെട്ടിക്കയറാൻ പോലത്തെ ഒരു അവസ്ഥയാണ്. വലിയ ഉരുളും കല്ല. പണ്ട് മെയിനായിട്ടുണ്ടായിരുന്നൊരു വഴിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മുടെ 540 തിരിച്ച് കയറാൻ പോയി ഷമീം ബ്രോയുടെ ഒരു തീരുമാനപ്പുറത്ത് കയറാൻ പോയിട്ടോ. കൂടെ ഉണ്ടായിരുന്നവർ ആദ്യം തന്നെ ചാടി ഇറങ്ങി. ഒരാൾ ഇറങ്ങി വന്നിട്ട് വണ്ടി മറിയില്ലെന്ന് എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ തന്നെ ആണ്ട കാണുന്നു ബാഗും പിടിച്ചിട്ട് അടുക്കള പുറകിൽ ചാടുക. എൻ്റെ ലാപ്ടോപ്പൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുമെന്നും പറഞ്ഞിട്ട് അല്ലേ വളരെ കൂളായിട്ട് തന്നെ വണ്ടി കയറി കേട്ടോ. വലിയ സ്ട്രെയിൻ ചെയ്യാണ്ട് തന്നെ വളരെ കൂളായിട്ട് വണ്ടി കയറി വന്നു കേട്ടോ. പുറത്തിറങ്ങി എന്നൊരു ചമ്മിപ്പോയി. ഇതാണ് റോഡ്. ഇനി അതിലൂടെ വേണം നമുക്ക് മേളിലേക്ക് പോകാൻ. ഫുള്ളൊരു കമൻട്രി പോലെ പറഞ്ഞ് ബോറാക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതൊക്കെ കണ്ടും കേട്ടും പറഞ്ഞും അനുഭവിക്കുമ്പോഴത്തേനും ഉള്ളൊരു ഫീല് വേറെ ആയതുകൊണ്ടാട്ടോ ഞാനിന്ന് കാര്യമായിട്ട് പറഞ്ഞേക്കണേ. നമുക്ക് കല്ലിൽ നിന്നൊക്കെ കയറി ഇറങ്ങി ചാടിപ്പോണുണ്ടോ, നല്ല രസമല്ലേ ടയർ കയറി ഇറങ്ങി എന്നെ കാണാൻ. എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ ഓടിക്കണോണ്ട് നമുക്കത് കാണത്തില്ല, കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് അതിനെപ്പറ്റി പറയുന്നത്. അവിടെ ഒരു കുഴിയായിരുന്നു കേട്ടോ, റൈറ്റ് സൈഡിൽ. അവിടെ ഇറങ്ങി കയറിയതാണ്. ഉണ്ടല്ലേ, റൈറ്റ് സൈഡിലത്തെ ടയർ ശരിക്കും പറഞ്ഞാൽ അവിടെ തട്ടി എന്നുള്ള നിലയിലായി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫെൻഡറിൽ തട്ടുന്നില്ല കേട്ടോ. അത് വലിയൊരു ആശ്വാസമാണ്. അത്രയും നമുക്ക് ട്രാവൽ ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെയുള്ളൊരു പോയിൻ്റാണ് ഇവിടെ, ലാസ്റ്റ് പോയിൻ്റ് ആട്ടോ. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, ടാസ്കുകളില്ല, എല്ലാം കഴിഞ്ഞ് ഈസി. അങ്ങനെ നമ്മുടെ വണ്ടി മേളിലേക്ക് എത്തി. ഇച്ചിരി മണ്ണിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് മണ്ണിട്ടെടുത്ത് ഒന്ന് വണ്ടി ടയറൊക്കെ കിടന്ന് കറങ്ങിയിട്ടൊക്കെ കയറി പോകുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ എന്നാ പറഞ്ഞത് 540 നമ്മളെ മനസ്സിലാക്കി തന്നത്. കാരണം വളരെ കൂളായിട്ട് തന്നെ എല്ലായിടത്തും ഇത് മാട്ടയുടെ മേളിൽ കൂടെ കയറ്റിയതുകൊണ്ട് സംഭവിച്ചതാണ്. സൈഡിൽ കൂടെ കയറുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവരാദ്യമായിട്ടാട്ടോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കയറി തന്നെ ഉണ്ടോ, അധികം സ്ട്രെയിൻ ചെയ്യാണ്ട് തന്നെ വണ്ടി കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം ഈ 5+1 ഗിയർ ബോക്സൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് വണ്ടി നന്നായിട്ട് കിടന്ന് കറങ്ങും, കാല് കൊടുത്ത് നന്നായിട്ട് കറങ്ങി കയറുള്ളൂ അങ്ങനെയൊക്കെ ഓർത്തിരുന്നെങ്കിലും. പക്ഷേ ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മളിതെല്ലാം കയറ്റി സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി കേട്ടോ. കാരണം അധികം സ്ട്രെയിൻ ചെയ്യാണ്ട് തന്നെ വണ്ടി കയറി വരുന്നുണ്ട്. വളരെ കൂളായിട്ടാണ് കയറുന്നത്. എൻ്റെ വണ്ടി പല സ്ഥലത്തും കിടന്ന് കറങ്ങിയ സ്ഥലത്ത് ഈ വണ്ടി വളരെ കൂളായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ നിന്ന് മേളിലേക്ക് കയറുന്ന അവിടെ ഇച്ചിരി ഭാഗത്തൊന്ന് കറങ്ങും. കാരണം അതും നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ ഒരു ടയർ പൊങ്ങിയും ഒരു ടയർ താന്നും വരുമ്പോൾ താന്ന് കിടക്കുന്ന ടയർ ചുമ്മാ കിടന്ന് കറങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് അങ്ങ് കാല് കൊടുക്കണം, ഒന്നും നോക്കരുത്, അടിച്ച് പഠിച്ചങ്ങ് കയറിക്കൊള്ളുക. അപ്പോൾ കയറിപ്പോക്കണം. കാരണം കല്ലൊന്നും ഇല്ലയെന്ന് കാണുമ്പോൾ എവിടെ ചെന്ന് ഇടിച്ചൊന്നും നമ്മുടെ വണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാവും. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അടിച്ച് പറിച്ചങ്ങ് മേളിലേക്ക് കയറി കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടി അവിടെ കിടന്ന് കറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ 540 കിടന്ന് കറങ്ങിയുമില്ല കേട്ടോ. എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് ഗിയറിൽ വിട്ട് ലോയിൽ വിട്ട് പതുക്കെ പയ്യെ കാല് കൊടുത്തുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിക്ക് കാല് കൊടുത്തില്ലെങ്കിലും വണ്ടി പതുക്കെ കയറും. പക്ഷേ ഇതിൽ ടർബോ കയറ്റി കഴിയുമ്പോഴത്തേനുമുള്ള വണ്ടികളുടെ കുഴപ്പമാണ്, പയ്യെ ഒന്ന് കാല് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ കയറി പോകുള്ളൂ. വണ്ടി ഇവിടെയൊക്കെ നമ്മുടെ വണ്ടി കറങ്ങിയ സ്ഥലമാണ്. ഇതൊക്കെ കറങ്ങാണ്ട് കയറി എന്നുള്ളൊരു കൂളായിട്ടാണ്. ക്യാമറമാൻ അത് കണ്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കോർണുണ്ടാട്ടോ ക്യാമറ അങ്ങോട്ട് വെട്ടിപ്പോയത്. നമ്മുടെ കൂട്ടത്തിൽ ഇന്നിപ്പം വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു. യാസീനില്ല, ചാക്കൂട്ടനില്ല, ജിൻഷ ഇല്ല, അമലില്ല, ആരുമില്ല, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ നമ്മൾ ക്യാമറമാന്മാരാക്കി അങ്ങ് വീഡിയോ എടുപ്പിച്ചു കേട്ടോ. അമല് പോയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, അവൻ UK പോയായിരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ടയർ തിരിച്ചിട്ടൊന്ന് മേളിൽ കയറ്റി നോക്കാമെന്ന്. ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത്. അത്രേ ഉള്ളൂ സംഭവം. ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞ് കുളമാക്കിയല്ലോ. റെഡിയാടാ?
ആ നമ്മളും ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ആവും, വേറെ ആരും ഇല്ല. നമ്മളങ്ങനെ മേളിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ പോലും നമ്മളതിൻ്റെ ടോപ്പിലേക്ക് എത്തിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് വീണ്ടും കടന്നു പോവാം കേട്ടോ. മേളിലേക്ക് പോകണം. ഞാൻ 2-3 ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കാണിച്ചു തരാം. പതുക്കെ മേളിലേക്ക് പോകാം. എന്തായാലും മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനുള്ള വ്യൂ അത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വ്യൂ തന്നെയാണ് കേട്ടോ ടോപ്പിലുള്ളത്. നല്ല രസമുള്ളൊരു വ്യൂ പോയിൻ്റാണ് ടോപ്പിലേക്ക്. ഭയങ്കര ഇഷ്ടം. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ പോയി നിന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നൊരു സ്ഥലവും കൂടെ ആയിട്ട്. അപ്പോൾ ഓഫ് റോഡും ചോദിച്ചുകൊണ്ട് ആര് വന്നാലും നമ്മൾ ആദ്യം പിടിച്ച് ഇവിടെ കൊണ്ടുവരും. നമ്മുടെ കൂട്ടുകാരൻ സുഹൈലൊക്കെ പണ്ട് വന്നപ്പോഴേക്കും അവരെയും കൊണ്ട് ഫാമിലി ആയിട്ട് കൊണ്ട് ഇതിൻ്റെ മേളിൽ കയറ്റിയതാട്ടോ. ഇവിടെ മേളിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. കാരണം അടിപൊളി വ്യൂ ആണ്. കാരണം നേരെ ഓപ്പോസിറ്റ് കാണുന്ന മല എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലിക്കല്ല്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് വൈക്കങ്കാല് വരെയും കാണാം. കാരണം 3-4 ജില്ലകൾ ഇവിടെ എന്നാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിന് മുമ്പ് വന്നവരൊക്കെ എന്നോട് പറഞ്ഞു തന്നേട്ടോ. ആ ഒരു പരിചയത്തിൻ്റെ പുറത്തോട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം വിഷ്വൽ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ. പിന്നെ അതുപോലെ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്. വലിയ വെയിലില്ല, അല്ലെങ്കിൽ നല്ല വെയിലും ഒക്കെ ആയിട്ട് ആകെ മൂഡ് ഓഫ് ആയാണ്. പക്ഷെ ഇന്നിപ്പം വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസം. പിന്നെ ചെറിയൊരു തണുപ്പുണ്ട്, ചെറിയ മഴക്കാറുണ്ട്. വലിയൊരു മഴയും പ്രതീക്ഷ കൊണ്ട് തന്നെയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ മഞ്ഞൊന്നും കയറി വന്നിട്ടില്ല. സാധാരണ ഇതിൽ ഇറങ്ങിപ്പോയി കഴിയുമ്പോഴേ കയറി വരാറുള്ളൂ കേട്ടോ. പിന്നെ വണ്ടി ആ തുമ്പത്തുകൊണ്ട് ഇങ്ങനെ നിർത്തി കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തായാലും അടിപൊളിയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള ബാക്കി വീഡിയോസ് ഞാൻ എന്തായാലും ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അന്യ രസമായിരിക്കും. അപ്പോൾ എന്തായാലും വേണ്ടില്ല. അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.